നെക്സ്റ്റ് സീനിൽ നുട്ട് നടന്നു വരുമ്പോൾ നിക്ക് അവളെ തടയുന്നു. നമ്മ റിലേഷൻ എന്താണെന്ന് ഞാൻ നിന്നോട് പറയാതിരുന്നത് ഇത്ര വലിയ മിസ്റ്റേക്ക് ആണോ ചോദിക്കുന്നുണ്ട്. അവൾ അതേന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ടോയെ പോലുള്ള ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ഹസ്ബൻഡ് നിന്റെ പക്കൽ ഇപ്പോൾ ഉണ്ടായതുകൊണ്ടായിരിക്കും നമുക്കിടയിൽ സംഭവിച്ചെല്ലാം നീ മറന്നു കാണുമെന്ന് അവൻ പറയുന്നുണ്ട്. അതെ, കാരണം നിന്നെ പോലെ വെയിറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലെന്ന് അവൾ പറയുന്നു. ടോയ് നിനക്ക് വേണ്ടി ഒരു ഗാലറി ഉണ്ടാക്കാൻ പോവുകയാണെന്നറിഞ്ഞു. നീ സത്യം പറ, അവൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രം നീ അവനെ എങ്ങനെ കൺവിൻസ് ചെയ്തു എന്ന് എനിക്ക് ചോദിക്കുന്നു. കൺവിൻസ് ചെയ്യാൻ എൻ്റെ പക്കൽ ഒരുപാട് വഴിയുണ്ടെന്ന് പറഞ്ഞ് സെഡ്യൂസ് ചെയ്യുന്ന പോലുള്ള പോസസ് അവൾ കാണിക്കുന്നുണ്ട്. നിക്ക് ദേഷ്യത്തിൽ അവളുടെ ക്ലോസ് ആയി വന്ന് നീ കുറച്ച് കൂടുതലല്ലേ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും ടോയും ഇപ്പോൾ ഹസ്ബൻഡും വൈഫുമാണ്. നീയാണ് ഇവിടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നു. ഞാൻ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു കിസ് മാത്രമായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. നിക്ക് ദേഷ്യത്തിൽ അവളെ കിസ് ചെയ്യാൻ വരുമ്പോൾ അവനെ പുഷ് ചെയ്ത് അവൾ സ്ലാപ്പ് ചെയ്യുന്നു. നീ എന്നെ സ്ലാപ്പ് ചെയ്ത് എന്തിനാണെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അവനെ പുഷ് ചെയ്ത് പൂളിലേക്ക് ഇടുന്നുണ്ട്. നിക്ക് അവളെ പൂളിലേക്ക് വലിച്ചിടുന്നു. രണ്ടുപേരും പൂളിൽ നിൽക്കുമ്പോൾ ഒരു സെർവൻ്റ് അവിടേക്ക് വരുന്നുണ്ട്. അവൾ പെട്ടെന്ന് നിക്കിനെ താഴേക്ക് പുഷ് ചെയ്യുന്നു. എന്നിട്ടൊരു വിധത്തിൽ സെർവന്റിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇത്രയും സമയവും നിക്ക് ശ്വാസം കിട്ടാതെ പൂളിനകത്തായിരുന്നു. നെക്സ്റ്റ് സീനിൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. നുട്ടും ടോയും ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ടോയുടെ കേസിൽ കുറച്ച് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെന്നും അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇപ്പോൾ നടക്കില്ലെന്നും പറയുന്നുണ്ട്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. എക്സസൈസും മരുന്നും കഴിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാമെന്ന് ഡോക്ടർ പറയുന്നു. അവർ വീട്ടിൽ വന്ന് ഈ കാര്യം മദറിനോട് പറയുന്നുണ്ട്. നമ്മുടെ പക്കൽ ഇത്രയും ടൈം ഇല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ മദർ പറയുന്നു. ടോയ് ഇമോഷണലായി മദറിനോട്, മദർ, ഞാൻ മദറിനെ പ്രൗഡാക്കാൻ എല്ലാ സിറ്റുവേഷനിലും ശ്രമിച്ചിട്ടുണ്ട്. അത് സ്കൂളിലാണെങ്കിലും കമ്പനിയിലാണെങ്കിലും. പക്ഷെ സോറി, എനിക്കൊരു പെർഫെക്റ്റ് സണ്ണാകാൻ പറ്റിയില്ല. കാരണം ഞാനൊരു റിയൽ മാൻ അല്ലെന്ന് പറഞ്ഞ് അവൻ ഇമോഷണലായി അവിടുന്ന് പോകുന്നുണ്ട്. ബേബിക്ക് വേണ്ടി ടോയ്ക്ക് ഇത്രയും പ്രഷർ കൊടുക്കരുതെന്ന് നിക്ക് മദറിനോട് പറയുന്നു. അതിനുശേഷം അവൻ ടോയുടെ അടുത്ത് വരുന്നുണ്ട്. അവൻ ടോയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ മദർ നുട്ടിനോട്, ടോയെ വിശ്വസിച്ചാണ് അവൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചപ്പോൾ എല്ലാം അവൻ്റെ പേരിലാക്കിയത്. അതത്ര ഈസിയായി മറ്റാളുകൾക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് മദർ പറയുന്നു. എന്നിട്ട് നുട്ടിനോട് നാച്ചുറൽ വേയില് ബേബി കൺസീവ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതെല്ലാം നിക്ക് കേൾക്കുന്നുണ്ട്. അവനാകട്ടെ ഒരുപാട് ദേഷ്യം വരുന്നു. നുട്ടിന് എന്ത് പറയണമെന്നറിയില്ല. മദർ ഒരുപാട് പ്രഷർ ചെയ്യുമ്പോൾ ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാമെന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ നിക്ക് ഫ്രണ്ട്സിനോട് ക്ലബിൽ വന്ന് ഒരുപാട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളെല്ലാം അവൻ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുന്നു. അവൻ്റെ പോലീസ് ഫ്രണ്ട് ടോയും നുട്ടും ഹസ്ബൻഡും വൈഫുമാണ്. ഇതിലിത്ര കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പാവം, ഞാൻ ടോയെക്കുറിച്ച് ആലോചിച്ച് വറീഡാണെന്ന് നിക്ക് പറയുമ്പോൾ, നീ സത്യം പറ, നീ ടോയെക്കുറിച്ച് വറീഡാണോ അതോ നുട്ടിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് ഡോക്ടർ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. മോം അവർക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുകയാണെന്ന് നിക്ക് വീണ്ടും പറയുന്നു. അപ്പോൾ ആ ക്ലബിലേക്ക് ഒരു സിംഗർ വരുന്നുണ്ട്. നിക്ക് അവനോട് ഒരു പാട്ട് പാടാൻ പറയുന്നു. ആ പാട്ടാകട്ടെ ഹാർട്ട് ബ്രേക്കിനെ കുറിച്ചായിരുന്നു. ഇത് കേട്ട് അവൻ കൂടുതൽ കരയുന്നുണ്ട്. അതിനുശേഷം ഡ്രങ്കായ നിക്കിനെയും കൂട്ടി ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരുന്നു. നിക്കിനാകട്ടെ പ്രോപ്പറായിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല. അവർ അവനെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തുന്നുണ്ട്. അവരുടെ കയ്യിൽ ചാവി ഉണ്ടായിരുന്നില്ല. സോ അവർ ടോയെ കോൾ ചെയ്യുന്നു. പക്ഷെ കോള് പിക്ക് ചെയ്യുന്ന നുട്ടാണ്. നുട്ട് വന്ന് ഡോർ തുറക്കുന്നു. തനിക്ക് ആരുടെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ് നിക്ക് ഫ്രണ്ട്സിനെ പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് നടക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവനാകട്ടെ പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റുന്നില്ല. സോ നുട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് രണ്ടുപേരും ബാലൻസ് തെറ്റി താഴെ വീഴുന്നു. നിക്ക് ഇമോഷണലായി അവളെ ഹഗ് ചെയ്യുന്നു. ഇവിടെ ടോയ് നോക്കുമ്പോൾ നുട്ട് തൻ്റെ അടുത്തില്ലെന്ന് മനസ്സിലാകുന്നു. അവൻ നുട്ടിനെ അന്വേഷിച്ച് വെളിയിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നിക്ക് നുട്ടിനോട്, നീ സത്യത്തിൽ നിന്റെ ബോഡി സെല്ല് ചെയ്യാൻ പോകുകയാണോ ചോദിക്കുന്നു. ഇത് കേട്ട് അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവൾ അവനെ പുഷ് ചെയ്ത് മാറ്റുന്നു. അപ്പോഴേക്കും ടോയ് അവിടേക്ക് വരുന്നു. കാര്യം ചോദിക്കുമ്പോൾ നിക്കിനെ അവൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന കാര്യമെല്ലാം അവൾ പറയുന്നുണ്ട്. രണ്ടുപേരും കൂടി നിക്കിനെ അവൻ്റെ റൂമിൽ കൊണ്ടാക്കുന്നു. നെക്സ്റ്റ് സീനിൽ ചെൻ ഒരു കാസിനോയിൽ വന്നിരിക്കുകയാണ്. ചെൻ ആരെയാണോ ആ ഫാമിലി തീ ഇടാൻ വേണ്ടി ഏൽപ്പിച്ചത് അയാൾ വന്ന് ചെന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു.
നീ സത്യം പറ, ഷുഗർ കെയിൻ ഫാമിൽ തീയിട്ടതിൽ എന്റെ പേര് മാത്രം എങ്ങനെ വന്നു എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എവിഡൻസ് എല്ലാം നിനക്കെതിരെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസിന്റെ മുന്നിൽ സറണ്ടർ ചെയ്യുന്ന നിനക്ക് ബെറ്റർ. നീ പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ലോയറിനെ വെച്ച് ഞാൻ എത്രയും പെട്ടെന്ന് നിന്നെ വെളിയിലിറക്കാം. നിന്റെ ഭാര്യയുടെയും കുട്ടിയുടെ കാര്യമെല്ലാം ഞാൻ നന്നായി നോക്കിക്കൊള്ളാമെന്ന് അവൻ പറയുന്നുണ്ട്. എനിക്കറിയാം നീ എന്നെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് അയാൾ ചെന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ സരൂട്ട് അവിടേക്ക് വരുന്നു. ലാസ്റ്റ് ഒരു വിധത്തിൽ അയാൾ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ 2 ബ്രദേഴ്സും ജോഗിങ്ങിന് വന്നിരിക്കുകയാണ്. എന്താ നിന്റെ വൈഫ് പറഞ്ഞിട്ടാണോ നീ എക്സസൈസ് ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് നിക്ക് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടാണെന്ന് ടോയ് പറയുന്നുണ്ട്. നീ നാച്ചുറൽ വേ എപ്പോഴാണ് ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന് നിക്ക് ചോദിക്കുമ്പോൾ 2 മാസം കഴിഞ്ഞെന്ന് അവൻ പറയുന്നു. പാർക്കിലുണ്ടായിരുന്ന കപ്പിൾസിനെ നോക്കി ടോയ് നിക്കിനോട് ഇവർ ഇതെല്ലാം എന്ത് ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. എൻ്റെ കൂടെ ന്യൂട്ടാണല്ലോ. ഞാൻ അവളുടെ കൂടെ ഒട്ടും അൺകംഫർട്ടബിൾ അല്ലെന്ന് അവൻ പറയുന്നുണ്ട്. നിനക്ക് എന്താ തോന്നുന്നത്? ന്യൂട്ടിന് നിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണോന്ന് നിക്ക് ചോദിക്കുമ്പോൾ മേ ബി എന്ന് ടോയ് പറയുന്നുണ്ട്. ഇത് കേട്ട് നിക്ക് ഷോക്കാകുന്നു. നെക്സ്റ്റ് സീനിൽ ചെൻ ടോയുടെ ഓഫീസിൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഷുഗർ കെയിൻ ഫാക്ടറിക്ക് വേണ്ടി ഇവർക്ക് ഇതുവരെ ഇൻവെസ്റ്ററിനെ കിട്ടിയില്ല. നിക്കും ചെന്നും കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ടോയ് 2 പേരെയും മാറ്റി നിർത്തുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ വാദിയെ ആരോ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അയാൾ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. സരൂട്ട് അവിടേക്ക് വന്ന് അയാളുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റിനിടയിൽ സരൂട്ട് ആ മാസ്ക് മാറ്റുന്നു. ഇയാൾ സത്യത്തിൽ ചെൻ ഹയർ ചെയ്തിരുന്ന ആ ഷുഗർ കെയിൻ കത്തിച്ച ആളായിരുന്നു. ഇതെല്ലാം കണ്ട് വാദി ബോധം കെട്ട് വീഴുന്നുണ്ട്. സരൂട്ട് അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ബോധം വരുമ്പോൾ അവൻ അവൾക്ക് ജ്യൂസ് കൊടുക്കുന്നു. എന്നിട്ട് ഷൂസ് ഒക്കെ ഇടാൻ വേണ്ടി അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നീ എന്നെ ഇത്രയും നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നിനക്കെന്താ എന്നോട് സിമ്പതിയാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ താങ്കളെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം താങ്കൾ ചെന്റെ വൈഫല്ലേ. ഞാൻ ചെന്നെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുമെന്ന് അവൻ പറയുന്നുണ്ട്. ചെന്നും മധുരമെല്ലാം ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വന്ന് വാദി പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. മധുരം മകനും ഇത് കേട്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ആണ്ട് ടോയുടെ മദറിനെ വിളിച്ച് തന്റെ മരുമകൾ പ്രഗ്നന്റ് ആണെന്ന കാര്യം പറയുന്നു. ഇതറിയുമ്പോൾ മദർ വീണ്ടും ടോയോടും ന്യൂട്ടിനോടും നാച്ചുറൽ വേയിൽ കൺസീവ് ചെയ്യാൻ വേണ്ടി പ്രഷർ ചെയ്യുന്നുണ്ട്. മദർ പറയുന്നത് ടോയി ആദ്യം ഇഗ്നോർ ചെയ്യുന്നുണ്ട്. പക്ഷേ വാദി പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ അവൻ ഷോക്കാകുന്നു. ഇവിടെ ഗ്രാൻഡ് മദർ നിക്കിനോട് നെക്സ്റ്റ് ഇയറോടെ ടോയ്ക്ക് ബേബി ഉണ്ടായില്ലെങ്കിൽ എനിക്ക് ടോയെ ഇതിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ലെന്ന് പറയുന്നുണ്ട്. ഇതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിക്ക് ചോദിക്കുമ്പോൾ നീ ടോയുടെ ജോലിയിൽ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ അവൻ്റെ ജോലിഭാരം കുറയും. സോ അങ്ങനെ വരുമ്പോൾ അവൻ്റെ വൈഫിൻ്റെ കൂടെ അവന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഗ്രാൻഡ് മദർ പറയുന്നുണ്ട്. ഇവിടെ മോം ന്യൂട്ടിനെയും കൂട്ടി ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവൾക്ക് ഒരു റിവീലിംഗ് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നു. അപ്പോൾ ആണ്ടും വാദിയും അവിടേക്ക് വരുന്നുണ്ട്. പ്രഗ്നന്റ് ആയതിൽ മോം വാദിയെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആണ്ടാകട്ടെ മോമിനെ കുറെ ടോണ്ട് ചെയ്യുന്നു. നീ ഇത്രയും പറയേണ്ട ആവശ്യമില്ല. ന്യൂട്ട് പ്രഗ്നന്റ് ആകുകയാണെങ്കിൽ കമ്പനിയും പ്രോപ്പർട്ടിയും എല്ലാം ഏറ്റവും മൂത്ത മകനായ ടോയുടെ പക്കൽ തന്നെ ആയിരിക്കുമെന്ന് മദർ പറയുന്നു. നെക്സ്റ്റ് സീനിൽ മദറിന്റെ പ്രഷർ കാരണം ന്യൂട്ട് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ടോയ് റൂമിൽ ഉണ്ടായിരുന്നില്ല. അവൾ ടോയെ വെയിറ്റ് ചെയ്ത് റൂമിലിരിക്കുന്നു. അപ്പോൾ ആരോ ഡോർ തുറക്കുന്നുണ്ട്. അവൾ വിചാരിക്കുന്നത് ടോയ് ആണെന്നാണ്. പക്ഷെ വന്നു നോക്കുമ്പോൾ നിക്കായിരുന്നു. അവളെ കണ്ട് നീ എന്തായി ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് വന്ന് കവർ ചെയ്യുന്നു. നീ എന്താ ടോയെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണോ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. ഇത് എന്റെയും എൻ്റെ ഹസ്ബൻഡിന്റെയും പ്രൈവറ്റ് മാറ്ററാണ്. നീ ഇടപെടേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് റൂമാണ്. ഇവിടുന്ന് പോകാൻ വേണ്ടി അവൾ പറയുന്നു. ഇതെല്ലാം കേട്ട് നിക്കിന് ഒരുപാട് ദേഷ്യം വരുന്നു. അവൻ അവളോട് മോശമായി പെരുമാറുന്നുണ്ട്. അവളോട് ഒരുപാട് മോശമായി സംസാരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് വെളിയിലേക്ക് വരുന്നു. മോം നിക്കിനോട് നീ ഈ സമയത്ത് ടോയുടെ റൂമിൽ എന്ത് ചെയ്യായിരുന്നു ചോദിക്കുന്നുണ്ട്. എനിക്ക് ടോയോട് ജോബ് റിലേറ്റഡ് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് ടോയ് റൂമിലേക്ക് വരുന്നു. ന്യൂട്ടിനെ കാണുമ്പോൾ നീ എന്താ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? എന്താ മദറാണോ എന്നെ പ്രഷർ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ന്യൂട്ടാകട്ടെ അവനെ ഹഗ് ചെയ്ത് ഒരുപാട് കരയുന്നു. ഇതെല്ലാം നിനക്ക് അനുഭവിക്കേണ്ടി വന്നത് ഞാൻ കാരണമാണെന്ന് പറഞ്ഞ് അവൻ അവളോട് സോറി പറയുന്നു. അവൻ അവളുടെ കണ്ണീരൊക്കെ തുടയ്ക്കുന്നു.
നീ ഒരിക്കലും ഇനി കരയരുതെന്ന് അവൻ പറയുന്നുണ്ട്. നുട്ടാകട്ടെ ഹാപ്പിയായി അവനെ ഹഗ് ചെയ്യുന്നു. ടോയ്ക്ക് അപ്പോൾ നുട്ടിനോട് ചെറുതായിട്ട് ഫീലിങ്സ് ഒക്കെ തോന്നുന്നുണ്ട്. അവൻ അവളെ കിസ് ചെയ്യുന്നു. എന്നിട്ട് അവളുമായിട്ട് ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ന്യൂട്ടിൻ്റെ ഫേസിൻ്റെ സ്ഥാനത്ത് അവൻ ചാർലിയുടെ ഫേസ് കാണുന്നു. അവൻ സോറി എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ ന്യൂട്ട് ഗാലറിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ടോയ് അവിടേക്ക് വരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി എന്ത് പറയണമെന്നറിയാതെ ഒരുപാട് ഓക്വേർഡായി നിൽക്കുകയാണ്. പെട്ടെന്ന് ന്യൂട്ട് ടോയുടെ കയ്യിൽ പിടിച്ച് സ്മൈൽ ചെയ്യുന്നു. ഡോൺ വറി, എല്ലാം ശരിയാകുന്ന രീതിയിൽ രണ്ടുപേരും സ്മൈൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഓക്വേർഡ്നെസ് എല്ലാം മാറുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് കുറെ നെയിൽസ് ന്യൂട്ടിന്റെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങുന്നു. കറക്റ്റ് സമയത്ത് നിക്ക് വന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ടോയ് നിക്കും അവളോട് നീ ഓക്കെ ആണോ ചോദിക്കുന്നു. താൻ ഓക്കെ ആണെന്ന് അവൾ പറയുന്നുണ്ട്. ടോയ് ന്യൂട്ടും നിക്കിനോട് താങ്ക്സ് പറയുന്നു അവളെ ഹെൽപ്പ് ചെയ്തതിന്. അതിനുശേഷം നിക്ക് ടോയിയോട് പീറ്റർ ലീയെ കുറിച്ച് പറയുന്നു. പീറ്റർ ലീ എന്ന് പറയുന്നത് ചൈനയിലെ ഒരു വലിയ ഷുഗർ ഫാക്ടറി ഓണറാണ്. അദ്ദേഹം ഇപ്പോൾ തായ്ലൻഡിൽ വന്നിരിക്കുകയാണെന്നും അവൻ പറയുന്നുണ്ട്. നിക്ക് പീറ്റർ ലീയെ മീറ്റ് ചെയ്യാൻ ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്റെ എക്സ് ഗേൾഫ്രണ്ടായ മരീസ പീറ്റർ ലീയുടെ കൂടെ നിൽക്കുന്നത് കാണുന്നു. നിക്ക് തന്റെ ഫ്രണ്ടിനോട് പീറ്റർ ലീ തന്റെ എക്സ് ഗേൾഫ്രണ്ടായ മരീസയുടെ ബോയ്ഫ്രണ്ട് ആണെന്ന് പറയുന്നു. നീ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ മരീസ എന്നോട് ബ്രേക്കപ്പ് ചെയ്താണ്, അവളോട് ഇപ്പോൾ ഹെൽപ്പ് ചോദിക്കുന്നത് ഒരുപാട് ഓക്വേർഡ് ആയിരിക്കും എന്ന് നിക്ക് പറയുന്നു. നിനക്കിപ്പോൾ അവളോട് ഒന്നും ഇല്ലെങ്കിൽ നിനക്ക് അവളുടെ ഹെൽപ്പ് ചോദിക്കാം, ഒന്നുമില്ലെങ്കിലും ബിസിനസ് ആണെന്ന് ഫ്രണ്ട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ സെർവന് ന്യൂട്ട് തലേന്ന് രാത്രി ഇട്ടിരുന്ന ആ റിവീലിംഗ് ഡ്രസ്സ് കഴുകാൻ കൊണ്ടുവരുന്നു. മദർ ഇത് കണ്ട് ഹാപ്പി ആകുന്നുണ്ട്. ന്യൂട്ട് ഈ ഡ്രസ്സ് വാങ്ങാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. ഞാൻ ഒരുപാട് ഫോഴ്സ് ചെയ്താണ് അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചെന്ന് മദർ പറയുന്നു. ഇതെല്ലാം നിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ന്യൂട്ടിനെ കാണാൻ വേണ്ടി ഗാലറിയിലേക്ക് വരുന്നു. ഇത് ഏത് പാട്ടാണെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇഫ് യു ട്രൂലി ലവ് മീ എന്ന് അവൾ പറയുന്നുണ്ട്. അവൻ പാട്ട് മാറ്റി ഇത് ഏത് പാട്ടാണെന്ന് ചോദിക്കുന്നു. ഫോർഗെറ്റ് എന്ന് അവൾ പറയുന്നു. സോങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിക്കിൻ്റെ ഹൈറ്റ് എന്താണെന്ന് നമുക്കറിയാവുന്നതാണല്ലോ. സോ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. നിനക്ക് ആ ഡ്രസ്സ് വാങ്ങി തന്നത് എൻ്റെ മദറാണെന്നും മദർ നിന്നെ ഒരുപാട് പ്രഷർ ചെയ്ത കാര്യമെല്ലാം നീ എന്താ എന്നോട് പറയാതിരുന്നെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ ഈ കാര്യം നിന്നോട് പറയുന്നതിന് ചോദിച്ച് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ന്യൂട്ട് പോയ ശേഷം നിക്ക് അവളുടെ സ്കെച്ച് ബുക്ക് നോക്കുന്നു. അതിൽ അവൾ ടോയുടെ കുറേ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് ദേഷ്യപ്പെട്ട് നിക്ക് അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ കാറ്റടിക്കുമ്പോൾ കാണിക്കുന്നത് ഈ പിക്ചേഴ്സിൻ്റെ എല്ലാം മുന്നിൽ അവൾ നിക്കിൻ്റെ ഒരുപാട് സ്കെച്ചസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സീനിൽ നിക്ക് മരീസയെ മീറ്റ് ചെയ്യാൻ ഒരു ക്ലബിൽ വരുന്നു. അപ്പോൾ ആ ക്ലബിൽ വെച്ച് ഒരാള് മരീസയെ ഒരുപാട് ശല്യപ്പെടുത്തുന്നുണ്ട്. നിക്ക് വന്ന് അയാളുമായി ഫൈറ്റ് ചെയ്യുന്നു. നീ ആരാണെന്ന് ചോദിച്ച് അയാൾ ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് മരീസ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ മരീസ നിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്നെ മീറ്റ് ചെയ്യാൻ ഈ ക്ലബിലേക്ക് വന്നു. നീ അന്ന് ആ ബ്രേസ്ലെറ്റ് വാങ്ങിയ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു ചോദിക്കുന്നുണ്ട്. കാരണം നിക്ക് ന്യൂട്ടിന് വേണ്ടി ആ ബ്രേസ്ലെറ്റ് വാങ്ങിയപ്പോൾ മരീസയും ആ ഷോപ്പിലുണ്ടായിരുന്നു. അവൾ ആ ബ്രേസ്ലെറ്റ് കാണുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മാരേജ് കഴിഞ്ഞു. ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് നീ ഇങ്ങനെ എല്ലാവരോടും പറയുകയാണെങ്കിൽ നിന്റെ റിയൽ ബോയ് ഫ്രണ്ടിന് ബാഡ് ഫീൽ ചെയ്യില്ലെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ ഹോട്ടലിൽ വെച്ച് നിന്നെ മിസ്റ്റർ ലീയുടെ കൂടെ കണ്ടിരുന്നുവെന്ന് നിക്ക് പറയുന്നു. എനിക്ക് മിസ്റ്റർ ലീയെ മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നിനക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അവൻ ചോദിക്കുമ്പോൾ ശരി, മിസ്റ്റർ ലീയുമായിട്ടുള്ള നിന്റെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ആയ ശേഷം ഞാൻ നിന്നെ കോൾ ചെയ്യാം. പിന്നീട് കാര്യം എൻ്റെ നമ്പർ അൺബ്ലോക്ക് ചെയ്യാൻ മറക്കരുതെന്ന് പറഞ്ഞ് മരീസ് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ന്യൂട്ട് മുകളിൽ നിന്ന് ഒരു സോസിൻ്റെ ബോട്ടിൽ എടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഹൈറ്റ് കാരണം അവൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിക്ക് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ല, ഇത് ടോയ്ക്കുള്ളയാണെന്ന് പറഞ്ഞ് അവൾ പിടിച്ചു വാങ്ങിക്കുന്നു. നിക്കിനാകട്ടെ ആ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വേണം. രണ്ടുപേരും പ്ലേറ്റിന് വേണ്ടി പിടിവലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോയ് അവിടേക്ക് വരുന്നു. മരീസയുമായുള്ള ഇന്നലെ രാത്രിയിലത്തെ നിന്റെ മീറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നുവെന്ന് ടോയ് ചോദിക്കുന്നുണ്ട്. മരീസയുമായി ഞാൻ സംസാരിച്ചു. മിസ്റ്റർ ലീയെ മീറ്റ് ചെയ്യിക്കാൻ അവൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നിക്ക് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ടോയ്ക്കൊരു കോൾ വരുന്നു. അത്യാവശ്യമായി പോകണമെന്ന് പറഞ്ഞ് ടോയ് അവിടുന്ന് പോകുന്നുണ്ട്.
ഞാൻ ഇന്നലെ മരീസയുമായി വർക്ക് റിലേറ്റഡ് കാര്യം സംസാരിക്കാൻ വേണ്ടി മീറ്റ് ചെയ്തതാണ്. ഈ കാര്യത്തിൽ ആരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അവൻ പറയുന്നു. നീ എന്തിനാ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറയുന്നത്? നിന്റെ പേഴ്സണൽ മാറ്ററുമായി എനിക്കൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. നീ എന്താ ജലസ് ആണെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ ജലസ് ഒന്നുമല്ലെന്ന് അവൾ പറയുന്നുണ്ട്. നിക്കാവട്ടെ അവളെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഇവരിങ്ങനെ ഒരുമിച്ച് മദർ കാണുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നിക്കൻ ടോയും മിസ്റ്റർ ലിയെ കാണാൻ വരുന്നു. മരീസ നിന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മിസ്റ്റർ ലി നിക്കിനെ നോക്കി പറയുന്നുണ്ട്. അവൾ എന്നെ കുറിച്ച് പറഞ്ഞെല്ലാം നല്ല കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നുവെന്ന് നിക്ക് പറയുന്നുണ്ട്. അവരെല്ലാവരും ജോക്കൊക്കെ പറഞ്ഞ് സ്മൈൽ ചെയ്യുന്നു. ഈ സീനിൽ നൊട്ട് എല്ലാവർക്കും വേണ്ടി ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുകയാണ്. നിക്കിന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു ബോട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവന് ഷുഗർ ഒരുപാട് ഇഷ്ടമാണ്. നിക്കിന് ഷുഗർ ഇഷ്ടമാണെന്ന കാര്യം നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ച് മദർ അവിടേക്ക് വരുന്നുണ്ട്. സെർവൻ്റ് ആൻറ്റി പറഞ്ഞാണെന്ന് പറഞ്ഞ് നൊട്ട് അവിടുന്ന് പോകുന്നു. മദർ ആ സെർവന്റിനോട് നൊട്ടും നിക്കും ഒരുമിച്ചുള്ള സമയത്ത് അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും വിയേഡ് തോന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അവരെ കണ്ടാൽ എനിമീസ് ആണെന്ന് തോന്നുന്ന സെർവന്റ് പറയുന്നു. അവർ മീറ്റ് ചെയ്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പിന്നെ ശത്രുക്കളെ പോലെ പെരുമാറേണ്ട കാര്യം എന്താണെന്ന് മദർ സ്വയം ചോദിക്കുന്നുണ്ട്. എന്തായാലും അവർ രണ്ടുപേരെയും ഒന്ന് ശ്രദ്ധിക്കാൻ സെർവന്റിനോട് മദർ പറയുന്നു. മീറ്റിംഗിന് ശേഷം മിസ്റ്റർ ലീ നിക്കിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവർ വെളിയിലേക്ക് വരുമ്പോൾ മരീസ മിസ്റ്റർ ലീയോട് താങ്കൾക്ക് ഇനിയും മീറ്റിംഗ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ താങ്കളുടെ കൂടെ വരുന്നില്ല. താങ്കൾ പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് ക്യൂട്ടായിട്ട് പറയുന്നു. ഇത് കേട്ട് നിക്കിന് ഒരുപാട് വിയേർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ആരോ മിസ്റ്റർ ലീയെ ഉറക്കെ വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അത് മരീസയുടെ ഡാഡായിരുന്നു. അപ്പോഴാണ് നിക്കിനും ടോയ്ക്ക് മനസ്സിലാകുന്നത് മിസ്റ്റർ ലീ മരീസയുടെ ബോയ്ഫ്രണ്ട് അല്ല, പകരം അവളുടെ അങ്കിളാണെന്ന്. അവർ എംബാരസ് ആകുന്നുണ്ട്. മരീസ നിക്കിൻ്റെ അടുത്ത് വന്ന് ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ടല്ല വന്നത്, നിനക്കെന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നു. നിക്കാവട്ടെ ടോയെ നോക്കുന്നുണ്ട്. ടോയ് തനിക്കൊന്നും അറിയാത്ത പോലെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ചെന്നും അവൻ്റെ അമ്മയും ഒരു കസിനോയിൽ വരുന്നുണ്ട്. അവിടെ വെച്ച് ന്യൂട്ടിൻ്റെ സ്റ്റെപ്പ് ഡാഡിനെ കാണുന്നു. സലൂട്ട് അയാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും പിടിക്കാൻ പറ്റുന്നില്ല. CCTV ഫുട്ടേജ് നോക്കുമ്പോൾ സ്റ്റെപ്പ് ഡാഡ് സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അതിൻ്റെ അർത്ഥം ഇവിടെ എവിടെയാണ് അവർ താമസിക്കുന്നതെന്ന് അവർ ഗസ് ചെയ്യുന്നുണ്ട്. വീട്ടിലെത്തുമ്പോൾ മദർ സ്റ്റെപ്പ് ഡാഡിനെ കുറെ വഴക്ക് പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരൊറ്റ ബിഹേവിയർ കൊണ്ട് ചെന്നും ഫാമിലിക്കും അവരുടെ സീക്രട്ട് മനസ്സിലാക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് മദറിന് അറിയാമായിരുന്നു. നെക്സ്റ്റ് സീനിൽ നിക്ക് മരീസയെ ഡ്രോപ്പ് ചെയ്യുന്നു. നീ എന്തിനാ ഞാൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്ന് അറിഞ്ഞിട്ടും സത്യം പറയാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ജലസാകൂല്ലെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് അവൾ പറയുന്നുണ്ട്. നിക്ക് സ്മൈൽ ചെയ്ത് ഞാൻ എന്തിനാ ജലസാകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ മരീസ അവനോട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. നീ ജലസാകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. ഇത് കേട്ട് നിക്ക് അവളുടെ കൈ പിടിച്ച ശേഷം മിസ്റ്റർ ലീയുമായി മീറ്റ് ചെയ്യാൻ അവസരമുണ്ടാക്കിയ താങ്ക്സ് പറയുന്നു. അതിനുശേഷം മരീസ അവനോട് തൻ്റെ സാധനങ്ങളെല്ലാം റൂമിൽ കൊണ്ടുവരാൻ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. നിക്ക് അവളുടെ കൂടെ ലിഫ്റ്റിൽ വന്ന് ആ സാധനങ്ങളെല്ലാം ലിഫ്റ്റിനകത്ത് വെച്ച ശേഷം വെളിയിലിറങ്ങുന്നു. പെട്ടെന്ന് മരീസ ഒരു കുപ്പി എടുത്ത് ലിഫ്റ്റിന് വെളിയിലേക്ക് എറിയുന്നു. എന്നിട്ട് നിക്കിന് മെസ്സേജ് ചെയ്യുന്നുണ്ട് ആ കുപ്പിയുമായി തന്നെ റൂമിലേക്ക് വരാൻ. പക്ഷെ നിക്ക് ആ ബോട്ടിൽ ഒരു എംപ്ലോയിയുടെ കയ്യിൽ കൊടുത്തയക്കുന്നു. ഇത് കണ്ട് മരീസയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. തൻ്റെ പ്ലാൻ ഒന്നും സക്സസ് ആവാത്തതിൽ.